ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ബ്ലൂ ജേർണലാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ പ്രത്യേകിച്ച് ഇതൊരു സാധാ നോട്ട്ബുക്കിലാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ജേർണൽ ഐറ്റംസും എൻ്റെ കയ്യിലില്ല. ഞാൻ എൻ്റെ കളർ പേപ്പേഴ്സും കളേഴ്സും കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് ഒട്ടിച്ചെടുക്കാം. നോട്ട്ബുക്ക് സാധാ ഒരെണ്ണം മേടിച്ചിട്ട് അതിലാണ് ഞാൻ ചെയ്യുന്നത്. എപ്പോഴൊന്നും ചെയ്യത്തില്ല, തോന്നുമ്പോൾ മാത്രം. അപ്പോൾ നമുക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. ബാക്കി 4 കോർണറിലും കൂടെ ഒട്ടിച്ചെടുക്കാം. അപ്പം ഞാൻ 4 സൈഡിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ഐസ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു പേസ്റ്റൽ കളർ, അത് ഫാബ്രിക് കാസ്റ്റലിൻ്റെ ഹൈലൈറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഐസ് ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വരച്ച ഓരോ ഇതിലും നമുക്ക് ഇങ്ങനെ വട്ടം പോലെ ഒരു ഡിസൈൻ കൊടുക്കുക. അങ്ങനെ നമുക്ക് 4 എണ്ണത്തിലും ചെയ്തെടുക്കാം. 4 കോർണേഴ്സിലും നമുക്ക് വട്ടം പല പല സൈഡിലായിട്ട് വരച്ചെടുക്കാം. അപ്പോൾ ഈ ഫാബ്രിക് ക്ലാസിൻ്റെ പേസ്റ്റൽ ഹൈലൈറ്റേഴ്സ് ഞാൻ വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. 179 രൂപ എങ്ങാണ്ടായുള്ളൂ. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അടിപൊളിയാണ്. അപ്പോൾ ഞാൻ 4 സൈഡിലും വരച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്മൂത്ത് ടർക്കോസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേസ്റ്റൽ കളർ തന്നെയാണ് ഫാബ്രിക് ക്ലാസിൻ്റെ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ വരച്ചു കൊടുക്കാം. 4 കോർണേഴ്സിൻ്റെയും നമ്മൾ നേരത്തെ വെച്ച ഐസ് ബ്ലൂവിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ജസ്റ്റ് വട്ടം വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി സൈഡിൽ കൂടെ ചെയ്യട്ടെ. ഇതൊരു പെർമനൻറ്റ് മാർക്കറാണ്, മറ്റേ ഇതിൻ്റെ ക്യാമലിൻ്റെ. അത് ഫൈൻ ടിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനൊരു ബോർഡർ വരയ്ക്കാം. അതായത് ആ വട്ടത്തിന് ഒരു ബോർഡർ വരയ്ക്കാം. പിന്നെ ആ പേപ്പർ കട്ടിങ് ഇല്ലേ, അതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് വരച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ വരച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ സൈഡിൽ വരയ്ക്കുക. അത് തെളിയുന്നില്ല, ക്യാമലിൻ്റെ സാധനം തെളിയുന്നില്ല. അപ്പോൾ നമുക്ക് ബ്ലാക്ക് സ്കെച്ച് എടുത്ത് വരയ്ക്കാം. പണി പറ്റിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വട്ടം വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ പേപ്പർ കട്ടിങ്സ് ഇല്ലേ, അതിൻ്റെ സൈഡിൽ കൂടെ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്താവുമോ എന്തോ. അപ്പോൾ നമുക്ക് ആ സൈഡിൽ കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പം ഞാൻ ആ സൈഡിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്ലൂ പെൻ, ഒരു ബ്ലൂ പെൻ എടുത്തിട്ട് ഒരു കോട്ട് എഴുതാം. ആ കോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ കളറിനെ കുറിച്ചാണ് നമുക്ക് ഫസ്റ്റ് അതുകൊണ്ട് ബ്ലൂ പെൻ കൊണ്ട് എഴുതാം. ആ കോട്ടെന്ന് പറഞ്ഞാൽ യു ക്യാനോട്ട് ഗെറ്റ് എ ഗ്രിപ്പ് ഓൺ ബ്ലൂ. എന്താണോ എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് ബ്ലൂ പെൻ കൊണ്ട് അത് എഴുതി കൊടുക്കാം. പിന്നെ ഈ പേന കൊണ്ട് എഴുതിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ലൈറ്റ് ബ്ലൂ കളറുള്ള സ്കെച്ചും ഡാർക്ക് ബ്ലൂ കളറുള്ള സ്കെച്ചും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കോട്ടിൻ്റെ പകുതി ഈ സ്കൈ ബ്ലൂ കൊണ്ടും അതിൻ്റെ ബാക്കി പകുതി നമുക്ക് ഡാർക്ക് ബ്ലൂ കൊണ്ടും നമുക്ക് വരയ്ക്കാമെന്നൊക്കെ എഴുതാം. അപ്പം ഞാൻ അതിൻ്റെ പകുതി ഞാൻ ആ ലൈറ്റ് ബ്ലൂ കൊണ്ട് എഴുതിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഡാർക്ക് ബ്ലൂ എടുത്ത് അതിൻ്റെ ബാക്കി കൂടെ എഴുതാം. ബാക്കി കൂടെ അപ്പം ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ പേന അങ്ങോട്ട് മാറ്റി വെക്കാം, സ്കെച്ച് അങ്ങോട്ട് മാറ്റി. അപ്പം ഞാൻ ആ കോട്ടൊക്കെ എഴുതിയെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനൊരു ചെറിയൊരു സ്ക്വയർ പോലൊരു പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് ജസ്റ്റ് ഒരു ഹേർട്ട് മാത്രം വരച്ചു കൊടുക്കാം. ഞാൻ വരച്ചിട്ടുണ്ട്, അത് നമുക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയത്തില്ല, ബുക്ക് സൈഡിൽ. ഞാനിപ്പോൾ ഈ ഏറ്റവും സൈഡിലാണ് ഞാൻ അത് ഒട്ടിച്ച് വെച്ചേ. കുഴപ്പമില്ല, ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനതവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ബ്ലൂ പേപ്പറിൽ ഞാൻ പിന്നെ കുറച്ച് ഇങ്ങനെ സ്ക്വയർ പോലത്തെ കുറച്ച് ടൈപ്പ് ഇങ്ങനെ സ്ക്വയർ പോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ പേപ്പർ. ഇതൊരു സ്റ്റെയർ പോലെ വയ്ക്കാൻ, അത് എൻ്റെ ഉദ്ദേശം. ഇങ്ങനെ സ്റ്റെയർ പോലെ അടുക്കി അടുക്കി വെച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് ഒരു മേഘം, ആ സ്റ്റെപ്പിൻ്റെ തുടങ്ങണം അവിടെ ഒരാൾ. അതായത് വലിയ വടം വര അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് നമ്മൾ പണ്ട് വരയ്ക്കുന്ന പോലത്തെ ഒരു വട്ടം, എന്നിട്ട് അതിൻ്റെ നേരെ ഒരു വര, എന്നിട്ട് 2 കൈ, താഴെ 2 കാല്, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ അത് സ്റ്റെപ്പ് പോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. അത് ഒട്ടിക്കാൻ വേണ്ടി എങ്ങനെയാണെന്ന് വെച്ച് നോക്കുക. എങ്ങോട്ട് നീക്കി ഒട്ടിക്കണോ അങ്ങോട്ട് നീക്കി ഒട്ടിക്കണോ എന്നൊക്കെ ആലോചിക്കുകയാണ്. വെച്ച് നോക്കുമ്പോൾ കൊള്ളാം, അടിപൊളിയായിരിക്കും, ഒട്ടിച്ച് നോക്കാം. അപ്പം ഞാൻ വിചാരിച്ച അത്രയും പൊക്കത്തി വേണ്ട, ഇത്തിരി ഇറക്കി ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് അതെല്ലാം കൂടെ എടുത്തു വെച്ച് ഇറക്കി ഒട്ടിക്കുക. എന്തുവാന്നറിയത്തില്ലേ, എൻ്റെ കയ്യിലാണ് മൊത്തവും പശയാവണം, അത് ഉറപ്പാണ്. അത് ഞാൻ തേച്ചൊക്കെ പിടിപ്പിക്കണോണ്ടില്ലേ ആ പശയെല്ലാം കൂടെ വെളിയിലേക്ക് ചാടിപ്പോവും. അപ്പം ഞാൻ അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഒട്ടിച്ചു. ബാക്കി സ്റ്റെപ്പ് കൂടെ എന്തായാലും ഒട്ടിക്കട്ടെ. ഇപ്പം നീക്കി വെച്ചു, ഇപ്പം എല്ലാവർക്കും കാണാമല്ലോ. അപ്പം ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് ഒട്ടിച്ച് അടുത്ത സ്റ്റെപ്പ് ഒട്ടിക്കാം. ബാക്കി സ്റ്റെപ്പ് കൂടെ ഒന്ന് ഒട്ടിക്കട്ടെ. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതെ, അത് പൊളിഞ്ഞ് കയ്യിരുന്ന് അവിടെ ഇരിക്കി. അതിനവിടെ ഒട്ടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മേഘത്തെ വരയ്ക്കാം. അതിനായിട്ട് ഞാൻ ആ ഐസ് ബ്ലൂവിൻ്റെ പേസ്റ്റൽ കളറില്ലേ ഫാബ്രിക്, അത് തന്നെ എടുത്ത് എന്നിട്ട് ഞാൻ മേഘം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മേഘമാണ് അതോ മരത്തിൻ്റെ പൊക്കത്തുള്ള സാധനമാണോ എന്ന് മനസ്സിലാകത്തില്ല ഐസ്.
അപ്പോൾ ഞാൻ അത് വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കളർ ചെയ്യാം. അപ്പം ഞാനത് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കണ്ണും വായും വരച്ച് കൊടുക്കാം. അപ്പം ഞാൻ ബ്ലാക്ക് സ്കെച്ച് എടുത്തു. എന്നിട്ട് അതിനൊരു ബോർഡറും വരച്ചു കൊടുത്തു. ഇനി അതിന് 2 കണ്ണും വരയ്ക്കാം, ഒരു വായും വരയ്ക്കാം. അപ്പോൾ അത് അത്രയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ ആ സ്റ്റെപ്പിൽ തുടങ്ങണ അവിടെ ഒരു ആളെ വരച്ചിട്ടുണ്ട്. അത് പണ്ട് നമ്മൾ വരയ്ക്കുന്ന ഒരു സാധനം, കമ്പ് പോലിരിക്കുന്ന മനുഷ്യൻ. അപ്പോൾ അതിനെ കൂടെ അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നീക്കി വയ്ക്കുന്നു വീണ്ടും. നമുക്ക് അവിടെ ജസ്റ്റ് വെറുതെ സ്പേസ് കിടക്കും. അപ്പോൾ അവിടേക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ വാട്ടർ കളർ കണ്ണിൽ പെട്ടത്. സോ നമുക്ക് വാട്ടർ കളർ കൊണ്ട് എന്തെങ്കിലും ചെയ്യാം. അതിരിക്കണമില്ല. അപ്പോൾ എൻ്റെ കയ്യിലൊരു കുഞ്ഞിപ്പാത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണിച്ചു തരാം. കാണുന്നില്ല. അത് കിട്ടി. അതിൻ്റെ അകത്ത് കുറച്ച് കളറാണ്, അത് വേറെ കാര്യം. അതിൻ്റെ അകത്തേക്ക് എൻ്റെ കുപ്പിയിലുണ്ടായിരുന്ന ഒരു തുള്ളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ആ കുപ്പി തിരിച്ച് വെച്ച് ഇനി നമുക്ക് അതിൻ്റെ അകത്തെ വാട്ടർ കളറിൽ ബ്രഷ് എടുക്കാം. ഇനി അതിൻ്റെ അകത്തെ ബ്ലൂ കളേഴ്സ് നമുക്ക് എടുക്കാം. ഞാൻ ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് തന്നെ അതിൻ്റെ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഞാൻ എടുത്തു. എന്ത് ഡിസൈനാണോ എന്തോ, ഓഹോ കൊള്ളാം. എന്നിട്ട് അത് വരച്ചു കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തു. എന്നിട്ട് അതൊന്നുകൂടെ മുക്കിയിട്ട് അതിൻ്റെ ഒരു ഇത്തിരി കൂടെ ഒരു ഡാർക്കായിട്ടുള്ളൊരു കളറുണ്ടായിരുന്നു, അതുകൂടെ അതേപോലെ വരച്ചു കൊടുത്ത് അതൊരു അത്തപ്പൂക്കളം ഡിസൈൻ പോലെ അതും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അകത്തെ ഡാർക്ക് കളർ എനിക്ക് കാണാൻ മേല, കാരണം വയലറ്റും ഇതെല്ലാം ഒരേപോലെ ഇരിക്കുക. ഞാൻ എന്നിട്ട് എന്നിട്ട് നോക്കിയിട്ട് തപ്പി ലാസ്റ്റ് അതിൻ്റെ കൂടെ ഒരു ഇത്തിരി കൂടെ ഡാർക്ക് കളർ കിട്ടി. അപ്പം നമുക്ക് അതെടുത്ത് അടിച്ചു കൊടുക്കാം. പക്ഷെ ഭയങ്കര ഡാർക്കായി പോയി ഗൈസ്. അപ്പോൾ നമുക്ക് അത് വെള്ളത്തിലൊക്കെ മുക്കി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുക. അതും എടുത്ത് വരച്ചു, സ്പ്രെഡ് ചെയ്തു. ഇത് തന്നെ ഇനി ഞാൻ 3 സൈഡിൽ ചെയ്ത് നോക്കിയോ. അപ്പം ആ സൈഡിൽ ഒന്ന് സെറ്റായി വരുമ്പോണ്ട് അങ്ങനെ വന്നപ്പോഴത്തേക്കും ഒരുമാതിരി ഭയങ്കര ലൈറ്റ് കളറായിപ്പോയി. അതെ വീണ്ടും തോന്നിയപ്പോൾ വലിയ ഡാർക്ക് കളർ എന്നെ കൊണ്ട് തോറ്റി. അപ്പം ഇനി നമുക്ക് വീണ്ടും അതൊന്നുകൂടി ഒരു കളറാക്കി എടുക്കാം. എന്തൊക്കെ പണിയാണെന്ന് നോക്കണേ. ഡാർക്ക് ബ്ലൂ സെറ്റ് ചെയ്തു. ഇനി അതിലും ഇത്തിരി കൂടെ താഴ്ന്നൊരു കളറ് അതിനെ എടുക്കട്ടെ. അതെടുത്ത് അതും ഒരു ബോർഡർ പോലെ വരച്ച് അതും മൊത്തം സ്പ്രെഡ് ചെയ്തു. ഇത്രയും ഗതി കിട്ടാൻ ആരേലും ഉണ്ടോ? എന്നിട്ട് തന്നെ നമ്മൾ ആ ലൈറ്റ് ഷെയ്ഡ് കൂടെ എടുത്ത് ജസ്റ്റ് ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്ത് കൊള്ളാം. അങ്ങനെ നമുക്ക് 3 സൈഡിലും ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ആലോചിക്കുവാണ്. അപ്പം ഞാൻ ബാക്കി കൂടെ ഒന്ന് ചെയ്തെടുക്കട്ടെ. വെള്ളമൊക്കെ വാരി മുക്കിയെടുക്കുന്നുണ്ട് ഞാൻ. നമുക്ക് ബാക്കി കൂടെ വേഗം അടിച്ചെടുക്കാം. അപ്പോൾ ഇത്തിരി ബാക്കി കളർ വന്ന് ആ സ്റ്റെപ്പിൻ്റെ അടിയിൽ കൂടെ ഞാൻ ഇത്തിരി ആ നീല അടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അയ്യോ, അതിൻ്റെ താഴെ കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ആ പൊക്കത്തെ കോർണറിൽ കൊടുത്ത് ഇപ്പോൾ 2 സൈഡിൽ ഞാൻ ആ സെയിം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ആ പൊക്കത്തെ ആ ഒരു കോർണറിലും കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ദേവിച്ചുകുട്ടൻ ചാടി വന്നു.
കഴിഞ്ഞപ്പോൾ എന്നോട് കുറേ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ച്. ഞാൻ പറയാം വീഡിയോ എടുക്കുക. എന്നിട്ട് കുറേ നേരം എന്നോട് സംസാരിച്ചത് അവൻ്റെ സ്വഭാവം മാറി. അവൻ നൈസിൽ സംസാരിച്ചുകൊണ്ടിരുന്ന അവൻ പേന എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് പിന്നെ ഏതാണ്ടൊക്കെ തിരിഞ്ഞ് നോക്കിയിട്ട് അത് ഇട്ടിട്ട് ഓടിക്കളഞ്ഞു. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് ബാക്കി കൂടെ ഒന്ന് കളറടിച്ച് കൊടുക്കാം. അതപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മേ, ഫൈനൽ റിസൾട്ട് ഇപ്പോൾ തന്നെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ വാട്ടർ കളറൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ എനിക്ക് കറക്റ്റ് സ്ഥലത്ത് തന്നെ എടുത്ത് വെക്കാം. അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.